എന്തോ ഇത് കണ്ടിട്ടൊന്നും പിടികിട്ടുന്നില്ലല്ലോ. ഈ തിന്നാനുള്ളതല്ലോ ആണോ? ഒന്ന് മണപ്പിച്ചു നോക്കിയാലോ? ഏയ്, തിന്നാനുള്ള ഒന്നും അല്ല ഇത്. എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും പോവാ. എനിക്കെങ്ങും വയ്യ ഇവിടെ വെയിലും കൊണ്ടിങ്ങനെ ഇരിക്കുക. കുറച്ച് കാർഡ്ബോർഡ് എടുക്കാൻ കാണും. എന്നാൽ നമുക്കൊരു ഗിബ്ലി സ്റ്റൈൽ പെയിന്റിംഗ് ചെയ്താലോ? കാർഡ്ബോർഡിൽ ഇത് കണക്ക് കുറച്ച് ഇലകളും പിന്നെ കുറച്ച് കാർട്ടൂണിക് ഫിഗേഴ്സും ഒക്കെ വരച്ചെടുക്കണം. എനിക്ക് ഇല വരച്ചപ്പില്ലേ കുഞ്ഞിലെ ഞാൻ ഗെയിം കളിക്കുമായിരുന്നു. അതിലൊരു തവളയുണ്ട്. ആ തവള ഇതേപോലത്തെ ഇലയിൽ കൂടി ഇങ്ങനെ ചാടി ചാടി പോകും. വെള്ളത്തിൽ വീണ തവള ചത്തുപോകും. അപ്പോൾ ഗെയിം ഓവറാവും. അതാട്ടോ ഓർമ്മ വന്നേ. ക്യാൻവാസിൽ ബ്ലൂ പെയിന്റ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിനൊക്കെ ഒരു വൈറ്റ് ബേസ് അടിച്ചു കൊടുക്കണേ. ഈ 3 ഫിഗേഴ്സിന് വൈറ്റ് പെയിന്റ് അടിക്കേണ്ട കേട്ടോ. അവർക്ക് ബ്ലാക്ക് പെയിന്റ് ആണ് അടിച്ചു കൊടുക്കാറുള്ളത്. പിന്നീട് നമുക്ക് നമ്മുടെ ഗിബ്ലി സ്റ്റൈൽ പെയിന്റിംഗ് അങ്ങോട്ട് തുടങ്ങാമേ. ഇലകൾക്കെല്ലാം ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക. നേരത്തെ ഉണ്ടാക്കി വെച്ച കാർട്ടൂണിക് ഫിഗർ ഇല്ലേ, അതിന് ഗ്രേ കളറാണേ. ഒരു സമയത്ത് ഈ ഗിബ്ലി സ്റ്റൈൽ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ആയിരുന്നല്ലേ. അപ്പോൾ ആ എഫക്ട് കൊണ്ടുവരാൻ എല്ലാവർക്കും ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കണേ. അപ്പൊ നമ്മുടെ കാർട്ടൂണിക് ഫിഗറിന് കുറച്ച് ബ്ലഷും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇപ്പൊ സെറ്റ് ആയില്ലേ? അങ്ങനെ അവർക്ക് ബ്ലാക്ക് പെയിന്റും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാട്ടോ നമ്മൾ ടോട്ടൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവർക്കെല്ലാം എങ്ങനെയാ 3D എഫക്ട് കൊടുക്കുക? അതിനല്ലേ നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ സാധനങ്ങളും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ 3D എഫക്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ 3D സ്റ്റൈൽ ഗിബ്ലി പെയിന്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെയിന്റിംഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.